ഹലോ നമസ്കാരം, ഏവർക്കും ഫുട്ബോളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് FC ഗോവ മാച്ചിൽ ആരാധകർക്ക് ഉന്നയിക്കാനുള്ള ഒരു ചോദ്യം ആണ്: നായകനില്ലാത്ത സിനിമ ഹിറ്റാകുമോ? അതെ, സിഡോഞ്ചയുടെ അഭാവം ടീമിൽ തെളിഞ്ഞു നിൽക്കുമോ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ച സെർജിയോ സിഡോഞ്ച ഇന്ന് മത്സരത്തിൽ ഇറങ്ങില്ല എന്ന കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. ഈ സീസൺ നഷ്ടപ്പെടുമോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരാനുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഇനിയും പ്രകടനം മെച്ചപ്പെടുത്താനുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാനുണ്ട്. കോസ്റ്റാൻ അമാനേസു ആൻഡ് ബെക്കാരി കോനെ ഇസ് വെരി പവർഫുൾ. അവർ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. വിങ് ബാക്കുകളിലോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ധനചന്ദ്രയാണ് ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങിയത്. ജസൽ കാർണേറോ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് വന്നത്. നിഷു കുമാറിന്റെ ഒരു ചെറിയ അപാകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. ലോങ് പാസുകൾ കൃത്യതയില്ലാതെ പോകുന്ന ഒരു പ്രോബ്ലമാണ് നിഷു കുമാർ കഴിഞ്ഞ മത്സരത്തിൽ നാം കണ്ടത്. ലെഫ്റ്റ് വിങ് ബാക്കിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെയാണ് രണ്ടുപേരും കളിച്ചത്. ഇനി നമുക്ക് മിഡ്ഫീൽഡിലോട്ട് വരാം. അവിടെ സെർജിയോ സിഡോഞ്ചയ്ക്ക് പകരം ഫാക്കുണ്ടോ പെരേര തന്നെ ഫസ്റ്റ് 11 ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിസന്റെ ഗോമസ് കഴിഞ്ഞ കളിയിൽ ഇറങ്ങാതിരുന്നതിനാൽ സിഡോഞ്ചയുടെ അഭാവത്തിൽ അദ്ദേഹവും കളിക്കളത്തിലേക്ക് എത്തും. ഇനി ഗാരി ഹൂപ്പർ ഫോം ആവേണ്ട കാര്യമാണ്. അദ്ദേഹത്തിലേക്ക് പന്ത് ഈ 2 മിഡ്ഫീൽഡേഴ്സിനും എത്തിക്കാൻ സാധിച്ചാൽ ഗാരി ഹൂപ്പർ ഫോമിലാകും. അദ്ദേഹം ഗോൾ അടിച്ച് കൂട്ടും എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി 2 വിങ് മിഡുകളിലേക്ക് നമുക്ക് പോയാൽ അവിടെ രോഹിത് കുമാറും കഴിഞ്ഞ മത്സരത്തിൽ സിഡോയായിരുന്നു, അതിന് പകരം പെരേര തന്നെയായിരിക്കും കളിക്കുക. രോഹിത് കുമാർ കഴിഞ്ഞ കളിയിൽ നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ചിലപ്പോൾ കിബു വിക്കുന ഈ മത്സരത്തിലും അദ്ദേഹത്തിന് തന്നെ സ്റ്റാർട്ടിംഗ് 11 ചാൻസ് കൊടുക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കും. മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ഒരു ചെറിയ പ്രോബ്ലമായി നമ്മൾ കണ്ടിരുന്നു. ഡിഫൻസിന്റെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ കഴിഞ്ഞ മത്സരത്തിൽ പരിഹരിക്കപ്പെട്ടു. ആൽബിനോ ഗോമസിന്റെ കാര്യം പിന്നെ പറയേണ്ട, അദ്ദേഹം വളരെ നല്ലൊരു ഫോമിലാണ് ഇപ്പോൾ. അദ്ദേഹം ഒരു പെനാൽറ്റി പിടിച്ചതിന്റെ ഫോമിലാണ് നിൽക്കുന്നത്. 2 വിങ് ബാക്കുകളും കൂടി ഫോമിലായാൽ ബ്ലാസ്റ്റേഴ്സ് ഒരുവിധം ഡിഫൻസ് അവരുടെ പ്രതിരോധിക്കാനുള്ള ഒരു നില അവരുടെ ശക്തമാവും. ഇനി നമുക്ക് മധ്യനിരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിസന്റെ ഗോമസ് ഫോം ആവണം. അദ്ദേഹം ലോങ് പാസുകൾ കൃത്യതയോടെ എത്തിക്കണം. ഡിഫൻസിലേക്ക് ഇത്തിരി ശ്രദ്ധിക്കണം. സിഡോയ്ക്ക് പകരമാണ് കളിക്കുന്നത് എന്നൊരു ഓർമ്മ കൂടി അദ്ദേഹത്തിന് വേണം. സിഡോയേനേക്കാൾ വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കളിക്കാരനാണ് അദ്ദേഹം. ലാ പാർമാസിലും ഒക്കെ ക്യാപ്റ്റനായി ചെയ്തിട്ടുള്ള റയൽ മഡ്രിഡിലും റൊണാൾഡോയും മെസ്സിയൊക്കെ നേരിട്ടിട്ടുള്ള ഒരു പരിചയ സമ്പത്തും കൂടെ ഉള്ള ഒരു കളിക്കാരനാണ് വിസന്റെ ഗോമസ്. അതൊക്കെ ഈ കളിയിൽ എന്നല്ല, ഇനി വരാനുള്ള കളികളിലേക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര വളരെയധികം ശക്തമാവും. ഫാക്കുണ്ടോ പെരേരയുടെ കാര്യമാണെങ്കിൽ അദ്ദേഹവും ഇനിയും കരുത്തനാവേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫോം അല്ല കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. നല്ല ഒരു ഫോമും നല്ല ഒരു സ്പീഡിലായിട്ടുള്ള നല്ല ഫ്രീ കിക്കുകളും ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഫാക്കുണ്ടോ പെരേര. അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് മധ്യനിരയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, വളരെ ശക്തമാവും. ഇനി സ്ട്രൈക്കിങ്ങിലോട്ട് വരികയാണെങ്കിൽ 2 വിങ് ഫോർവേഡുകൾ, അത് കഴിഞ്ഞ മത്സരത്തിൽ നൊണ്ടമ്പാനോറമായിരുന്നു ഇറങ്ങിയത്. അദ്ദേഹത്തിനു പകരം ചിലപ്പോൾ KP രാഹുലോ പ്രശാന്തോ ഫസ്റ്റ് 11 ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല സ്പീഡി ആയിട്ടുള്ള കളിക്കാരാണ് നമ്മുടെ ഈ യുവതാരങ്ങൾ 3 പേരും. അതുകൊണ്ട് ടീം വളരെ സ്പീഡി ആയിട്ടാണ് കളിക്കുന്നത്. മധ്യനിരയിൽ പന്തുകൾ പോകുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഫുള്ളി ഓക്കെയാണ്. ഇനി രോഹിത് കുമാറിന് പകരം സഹൽ ഇറങ്ങാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളും സഹൽ ഇറങ്ങിയിരുന്നില്ല. ആദ്യ മത്സരത്തിലെ മോശം പ്രകടനത്തെ തുടർന്ന് സഹലിനെ കോച്ച് മത്സരത്തിലേക്ക് ഇറക്കിയിരുന്നില്ല. സ്റ്റാർട്ടിംഗ് 11-ലായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോലും ഇറങ്ങിയില്ല. ഇനി സഹൽ ഇറങ്ങുകയാണെങ്കിൽ രോഹിത് കുമാറിന്റെ ആ ഒരു വിടവ് സഹൽ നികത്തേണ്ടി വരും. അല്ലെങ്കിൽ ഫാക്കുണ്ടോ പെരേര ആ പൊസിഷനിലേക്ക് പോയിട്ട് സഹൽ സെൻട്രൽ അറ്റാക്ക്മെന്റ് ആയിട്ട് കളിക്കേണ്ടി വരും. 2 വിങ് ഫോർവേഡുകളിലും കൂടി ഫോമിലായ ബ്ലാസ്റ്റേഴ്സ് നല്ല ശക്തരായ ടീമാണ്. ഈ കളി ജയിക്കുമോ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. ബൈ ബൈ.